അങ്ങനെ അങ്ങനെ പൂർണ്ണമായും തള്ളിക്കളയാവുന്നതാണോ? CPIM-ന്റെ തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ചുള്ള വിശകലനം സവിശേഷതയാർന്നതാണ്. താങ്കളും അങ്ങനെ തന്നെ വിലയിരുത്തുമായിരിക്കും. സാധാരണഗതിയിലുള്ളതിനേക്കാൾ കുറ്റമേറ്റെടുക്കുകയും സമൂഹം പുതിയ രീതിയിൽ ഉണ്ടായി വന്നിരിക്കുന്ന സംഗതികളെ വിലയിരുത്തുന്നതിൽ പിശക് പറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും പാർട്ടി ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ഇപ്പോഴുണ്ടായിരിക്കുന്ന വോട്ടർമാരുടെ സംഘത്തിനകത്തുണ്ടായിരിക്കുന്ന അവരുടെ ചിന്തകളും മറ്റും തിരിച്ചറിയുകയും അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും വേണം എന്നൊരു വിലയിരുത്തലുണ്ടെങ്കിൽ ഈ ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികൾ എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ചില ശൈലികളെങ്കിലും കടമെടുക്കേണ്ടതുണ്ട്. വ്യക്തിപരമായ ധാർമ്മികത, പരാജയപ്പെട്ടാൽ അതിന് ഉത്തരവാദിത്തം ഏറ്റുവാങ്ങി തിരിഞ്ഞു നിൽക്കുക എന്ന വ്യക്തിപരമായ ധാർമ്മികതയൊക്കെ ആവശ്യമാണ് നാട്ടുകാരുടെ മനസ്സിനകത്ത് വീണ്ടും കയറിപ്പറ്റാൻ എന്നൊരു നേതൃത്വം ചിന്തിക്കുകയാണെങ്കിൽ അതിനെ പോസിറ്റീവായിട്ട് കാണുകയല്ലേ വേണ്ടത്. അവിടെ 10,000-ഓളം വോട്ടർമാർ തിരിച്ചു വോട്ട് ചെയ്തു എന്നതിനെ ജനത്തിന് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾ എന്നെ തിരസ്കരിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു എന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജനാധിപത്യ പാർട്ടികളുടെ നേതാക്കളും സാധാരണഗതിയിൽ സ്വീകരിക്കാവുന്ന നിലപാട് MA ബേബി എടുക്കുകയാണെങ്കിൽ അതൊരു മാറ്റവും പോസിറ്റീവായ മാറ്റവുമാണ് എന്ന് മനസ്സിലാക്കുന്നവർക്ക് അവരല്ലേ ശരിയാവുക? കുണ്ടറയിൽ ബേബി തോന്നുന്നത് ചെയ്തിട്ടുള്ളത് CPM തോന്നിട്ടുള്ളത് 2009 അണമക്കരാറിന്റെ പേരിൽ CPIയിൽ നിന്നും ഇറങ്ങിപ്പോയതിനു ശേഷം 43-ൽ നിന്ന് 16 തിരിക്കുകയും 5 വർഷത്തെ നീണ്ടുനിന്ന സമരം നടത്തിയിട്ട് 16-ൽ നിന്ന് 9+2 മാറുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് CPM-ന് നേരിടുന്ന പ്രശ്നം. അത് കുണ്ടറയിലെ വോട്ടർമാർ ബേബി തോന്നിച്ചുള്ളതൊന്നും ഒരു രാഷ്ട്രീയ പ്രശ്നമേ അല്ല. കുണ്ടറയിൽ മാത്രമല്ലല്ലോ ചെയ്യാതിരുന്നത്, ചവറയിലും ചെയ്തില്ലല്ലോ, കൊല്ലത്ത് ചെയ്തില്ലല്ലോ. അദ്ദേഹം പഠിച്ചത് കൊല്ലത്തല്ല, അദ്ദേഹത്തിന് കുണ്ടറയായിട്ട് ഈ പറയുന്ന പോലെ ബന്ധമൊന്നുമില്ല. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് കൊല്ലം പട്ടണമായിട്ടാണ്. ആ കൊല്ലത്ത് SN കോളേജിൽ പഠിച്ച ആളാണ്. ഞാൻ അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണ് കൊല്ലം SN കോളേജിൽ. കൊല്ലം SN കോളേജിൽ നിൽക്കുന്ന കൊല്ലത്ത് അദ്ദേഹം തോറ്റില്ലേ? അതുപോലെ തന്നെ മറ്റ് സമീപ മണ്ഡലങ്ങളിൽ തോറ്റില്ലേ? അപ്പൊ കൊല്ലം മണ്ഡലത്തിലാണ് അദ്ദേഹം തോറ്റത്, കുണ്ടറ അസംബ്ലി മണ്ഡലത്തിലല്ല. പ്രശ്നം CPM-നകത്ത് ഉരുണ്ടുകൂടിയിരിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സമവാക്യങ്ങളിലെ വ്യത്യാസം. ആ വ്യത്യാസം വരുത്താനുള്ള ശ്രമത്തിൽ വളരെ ബാലിശമായ തരത്തിൽ ഞാൻ ബേബിച്ചെന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അത്തരത്തിൽ ചില പന്തുരുട്ടുന്ന പണിയാണ് ബേബി ചെയ്തിരിക്കുന്നത്. മറിച്ച് ബേബിയെ പോലെ SFIക്കും DYFക്കും എന്റെ നേതാവാണല്ലോ ബേബി, എന്നെ നേതൃത്വത്തിലേക്ക് കൊണ്ട് നിർണായക പങ്കുവെച്ചതാണല്ലോ ബേബിയും ഒക്കെ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ബേബിക്ക് ആ കാര്യത്തിൽ നിർണായകമായ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ മാറി നിൽക്കേണ്ടത് പോളിറ്റ് ബ്യൂറോയിൽ നിന്നാണ്. ആ പോളിറ്റ് ബ്യൂറോയുടെ നയം പരാജയപ്പെട്ടിരിക്കുന്നു. പോളിറ്റ് ബ്യൂറോ ഒന്നും രാജിവെച്ച് നിർമ്മിച്ചാണ് വേണ്ടത്. തീർച്ചയായും ഞാൻ തിരിച്ചു വരാം CP ജോൺ, താങ്കളിലേക്ക് ഒരല്പസമയത്തിന് ശേഷം വരാം. താങ്കളുടെ ടെലിഫോൺ ലൈനിൽ ചെറിയൊരു ബുദ്ധിമുട്ട് കൂടെയുണ്ട്, അതുകൂടെ പരിഹരിച്ചതിന് ശേഷം ഞാൻ താങ്കളിലേക്ക് വളരെ പെട്ടെന്ന് വരാം. ശ്രീ MG രാധാകൃഷ്ണൻ, CPM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പരമോന്നത സമിതി അംഗമായ പോളിറ്റ് ബ്യൂറോ അംഗമായ MA ബേബി ഇപ്പോഴും കാര്യങ്ങൾ വിലയിരുത്തുന്നതിൽ പിശക് കാണിക്കുന്നു എന്നതാണ് CP ജോണിൻ്റെ വിമർശനത്തിൻ്റെ സാരാംശം. അദ്ദേഹത്തിന് വ്യക്തിപരമായി രാജിവെക്കുക, നിയമസഭാംഗത്വം രാജിവെക്കുക എന്നതല്ല ചെയ്യേണ്ടത്. അദ്ദേഹം രാജിവെക്കുകയാണെങ്കിൽ പോളിറ്റ് ബ്യൂറോയിൽ നിന്നാണ് രാജിവെക്കേണ്ടത്. ഈ പാർട്ടിയുടെ തന്നെ നിലപാടുകൾ തെറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞ് മാറി നിൽക്കുകയാണ് വേണ്ടത് എന്നതാണ് അദ്ദേഹത്തിൻ്റെ വാദം. അതല്ലേ ശരിയായ നിലപാട്, നടപടി? ഈ പറയുന്ന രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളെ പൂർണ്ണമായിട്ട് വിശകലനം ചെയ്യുകയാണെങ്കിൽ തൻ്റെ വ്യക്തിപരമായിട്ടുള്ള പരാജയം മാത്രമല്ലല്ലോ പരിഗണിക്കപ്പെടേണ്ടത് എന്ന വിശാലമായ രാഷ്ട്രീയ ചിന്തയായിരുന്നില്ലേ MA ബേബിയെ നയിക്കേണ്ടിയിരുന്നത്? അല്ല, CP ജോൺ ഇപ്പോൾ ഈ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെയോ അതിൻ്റെ ഏറ്റവും ദയനീയമായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു സിനിക്കലായിട്ട് ഈ കാര്യങ്ങൾ കാണുന്നതിൽ അത്ഭുതപ്പെടാറൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ മുന്നണിയുടെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും ഒക്കെ ദയനീയ അവസ്ഥയുടെ സമയത്ത് അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നതിൽ അത്ഭുതപ്പെടാറില്ല. അങ്ങനെ പിന്നെ അതുകൊണ്ട് തന്നെ അതിനൊരു വലിയ പ്രാധാന്യം അദ്ദേഹം രാഷ്ട്രീയത്തിൻ്റെ അർത്ഥത്തിൽ മാത്രമാണ് പറയുന്നത് എനിക്ക് തോന്നുന്നത്. പക്ഷേ ബേബി തീർച്ചയായിട്ടും പോളിറ്റ് ബ്യൂറോയുടെ നയങ്ങൾക്കെതിരായിട്ടോ പാർട്ടിയുടെ തീരുമാനങ്ങൾക്കെതിരായിട്ടോ ഒന്നുള്ള നിലപാടൊന്നും അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൽ നിന്ന് കൂടുതൽ അകന്നു പോകുന്ന പൊളിറ്റിക്കൽ മൊറാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ ധാർമ്മികതയുടെ ആവശ്യം വളരെ പ്രധാനമാണ്. ആ ധാർമ്മികതയുടെ സ്പേസ് തിരിച്ചു പിടിക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യൻ രാഷ്ട്രീയവും, അതിൽ തന്നെ CPM പ്രത്യേകിച്ചും. CPM-ന് കേരളത്തിലുണ്ടായിരുന്ന ഒരു മോറൽ ഹൈഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു ധാർമ്മികമായിട്ടുള്ളൊരു മേൽക്കൈ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. ആ വസ്തുത
വരുന്നത് ആ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് രാജിവെച്ചല്ല വരുന്നത്. അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് പാർട്ടിക്കുള്ളിൽ അദ്ദേഹം ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കൂട്ടായോ ചില പ്രവർത്തനം നടത്തിയാൽ ഒരുപക്ഷെ നടന്നുകൂടായികയില്ല. പക്ഷേ അതിനോടൊപ്പം തന്നെ വ്യക്തിപരമായ ഒരു നീക്കം, പുതിയ കാലത്തിൻ്റെ പുതിയ രാഷ്ട്രീയ പ്രവർത്തന രീതികളുടെയും സംഘടനാ പ്രവർത്തന രീതികളുടെയും ഒക്കെ ഒരു പുതിയ കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയിരിക്കുന്ന ഒരു ശ്രമമാണ്. അത് പാർട്ടിക്കെതിരായിട്ട് പാർട്ടിയുടെ നയങ്ങൾക്കെതിരെ മുഴുവനാണെന്നോ പോളിറ്റ് ബ്യൂറോയ്ക്ക് മുഴുവൻ എതിരെയാണോ എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ഒരു അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പാർട്ടിയെ തന്നെ നേരത്തെ ചേക്കുട്ടി ചൂണ്ടിക്കാണിച്ചതുപോലെ പാർട്ടിയെ തന്നെ ഒരു പുതിയ തലത്തിൽ ആത്മപരിശോധന, ഇതുവരെയുള്ള പാർട്ടി രീതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പുതിയ തരത്തിലുള്ള ആത്മപരിശോധനയ്ക്ക് പ്രേരിപ്പിക്കാനും അതിൻ്റെ ഒരു പുതിയ ചുവടുവയ്പ് ഒരു നടപടി അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നു. പിന്നെ വ്യക്തിപരമായിട്ടുള്ളൊരു ധാർമ്മികതയുടെ പ്രശ്നവുമുണ്ട്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ കൊണ്ടുവരേണ്ട കാര്യം അദ്ദേഹം പറയുന്നത് അതിന് അദ്ദേഹത്തിൻ്റെ ന്യായമുണ്ട്. എന്തായാലും ഞാൻ പറയുന്നത് കേരള രാഷ്ട്രീയവും ഇന്ത്യൻ രാഷ്ട്രീയവും വളരെ വളരെ അകന്നു പോയിരിക്കുന്ന ഒരു കാലഘട്ടം, രാഷ്ട്രീയ സദാചാരത്തിൽ നിന്നും ധാർമ്മികതയിൽ നിന്നും അകന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ അധികാരം ത്യജിക്കാൻ കഴിയുന്നതാണ് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ ഇപ്പോഴെങ്കിലും ആൾക്കാരുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ഇന്നിപ്പോൾ ഈ രാഷ്ട്രീയ വ്യവസ്ഥയോട് കേരളത്തിലും ഇന്ത്യയിലുമുള്ള ജനങ്ങൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട അഭിപ്രായ വ്യത്യാസം അത് കൂടുതൽ അധികാരത്തിനോടും അതിൻ്റെ ഭരണത്തോടും സ്ഥാനമാനങ്ങളോടും കൂടുതൽ അടിമത്തം സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോഴും രാഷ്ട്രീയത്തിൽ അധികാരം ത്യജിക്കാനും സ്ഥാനമാനങ്ങൾ ത്യജിക്കാനും ഒക്കെ കഴിയുന്ന ഒരു സാധ്യത ഉണ്ട് എന്ന് തെളിയിക്കാനുള്ള ഒരു ശ്രമം വാസ്തവത്തിൽ സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അത് പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസങ്ങളോ അദ്ദേഹം തിരുത്തലിനോടുള്ള അദ്ദേഹം ശ്രമങ്ങൾ നടത്തുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു വളരെ ഓപ്പൺ ആയിട്ടുള്ള പാർട്ടിക്ക് മുമ്പിൽ ഒരു ഇഷ്യൂ ആയിട്ട് തന്നെ ഇത് പ്രസൻറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ഒരു പുതിയ ശ്രമമായിട്ടാണ് ഞാൻ കാണുന്നത്. ആ ശ്രമം ഇതുവരെയുള്ള രാഷ്ട്രീയ സംവാദങ്ങളെയും ഡിസ്കോഴ്സുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. അത് പുതിയ കാലത്തിന് ആവശ്യമായിട്ടുള്ള പുതിയ സമൂഹം ആവശ്യപ്പെടുന്ന ഒരു പുതിയ രീതിയായിട്ടും ഒരു പുതിയ തന്ത്രമായിട്ട് പോലും കാണുന്നതിൽ തെറ്റൊന്നുമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അതാണ് ധാർമ്മികമായ നിലപാട് എന്ന് കണക്കാക്കുന്ന ആളുകളെ പോലെ തന്നെ പക്ഷേ മറിച്ചുള്ള ആളുകളുമുണ്ടല്ലോ ശ്രീ എം ജി രാധാകൃഷ്ണൻ. അതായത് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് വെവ്വേറെയാണ് രാഷ്ട്രീയമായ കാരണങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരാളെ തോൽപ്പിച്ച വോട്ടർമാർ ഉദ്ദേശിക്കുന്നുണ്ടാകണമെന്നില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടെ അദ്ദേഹം ഞങ്ങൾക്ക് ആവശ്യമില്ല, ആ വ്യക്തി ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയുന്ന ആ വിമർശനം ഉന്നയിക്കുന്ന ആളുകളിൽ പിണറായി വിജയൻ തന്നെയുണ്ട്. വാർത്താസമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാടതാണ്. ഒപ്പം 5 വർഷത്തേക്കാണ് നിയമസഭയിലേക്ക് അദ്ദേഹത്തെ കുണ്ടറക്കാർ തെരഞ്ഞെടുത്ത് പറഞ്ഞയച്ചിരിക്കുന്നതെങ്കിൽ ഇടക്ക് വെച്ച് മറ്റൊരു പരാജയമുണ്ടായതിൻ്റെ പേരിൽ ഇറങ്ങിപ്പോകുന്നത് ശരിയല്ല എന്ന വിമർശനം കൂടെ ഉന്നയിക്കുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ ധാർമ്മികമായി MA ബേബി ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് തന്നെയാകുമോ ശരിയാവുക? തീർച്ചയായിട്ടും ഇപ്പോൾ സനീഷ് പറഞ്ഞത് ഒരു സാങ്കേതികതയുടെ അർത്ഥമാണ്. എന്തുകൊണ്ടാണ് ലാൽ ബഹദൂർ ശാസ്ത്രി രാജിവെച്ചത്? ഈ തിരുവാണിയൂർ റെയിൽവേ അപകടം ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും അദ്ദേഹത്തിന് അതിന് ഉത്തരവാദിത്തമുള്ള ആളല്ല. അദ്ദേഹത്തിൻ്റെ മന്ത്രി എന്ന നിലയിലോ റെയിൽവേ വകുപ്പിൻ്റെ ഏതെങ്കിലും ഒരു തെറ്റായ നയം ഒന്നുമല്ല. അതിനാണ് ഈ മൊറാലിറ്റി എന്ന് പറയുന്നത്, ധാർമ്മികത എന്ന് പറയുന്നത്. ധാർമ്മികത യുക്തിയുടെയും വസ്തുനിഷ്ഠതയുടെയും മാത്രമായ കൃത്യമായ കണക്കെടുപ്പുകളിലൂടെ മാത്രം അളക്കേണ്ട ഒരു കാര്യമല്ല. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ലോക്സഭ തെരഞ്ഞെടുപ്പ് അസംബ്ലിയിലെ ഭാഗതമല്ല, അസംബ്ലിയിൽ അദ്ദേഹം ഇനിയും ജയിച്ചേക്കും എന്നൊക്കെ പറയുന്നത് നിയമപരമായിട്ടും യുക്തിപരമായിട്ടും ഒക്കെ ശരിയാണ്. പക്ഷെ മൊറാലിറ്റിയുടെ ഒരു സ്പേസ് അതിൻ്റെ മുകളിലാണ്, ധാർമ്മികതയുടെ ഒരു സ്പേസ് അതിൻ്റെ മുകളിലാണ്. ആ ധാർമ്മികതയുടെ ആ സ്പേസിലേക്ക് ഒരു കാലെടുത്ത് വെക്കാനും ഒരു ശ്രമം നടത്താനുമുള്ള ശ്രമമാണ്. അപ്പോൾ തീർച്ചയായിട്ടും സാങ്കേതിക അർത്ഥത്തിൽ അദ്ദേഹം ജയിച്ചോ പരാജയപ്പെട്ടോ എന്നുള്ളതിൻ്റെ അപ്പുറത്ത് താൻ ജനങ്ങളുടെ മുമ്പിൽ ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിരിക്കുന്നു, ഇപ്പോൾ തൻ്റെ നിയമസഭാ മണ്ഡലം അടങ്ങുന്ന ഒരു മണ്ഡലം ഒന്നിച്ച് തനിക്കെതിരെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ താൻ ആ അധികാരത്തിൽ നിന്നും സ്ഥാനങ്ങളിൽ നിന്നും തൽക്കാലം അല്ലെങ്കിൽ ഒന്ന് മാറി നിൽക്കാൻ ഒരു മനസ്സ് കാണിക്കുന്നു, ഒരു ശ്രമം നടത്തുന്നു എന്നുള്ളത് കേരള രാഷ്ട്രീയത്തിലും CPM-നും ഒക്കെ അദ്ദേഹം നൽകുന്ന ഒരു സന്ദേശമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ശരിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും ശ്രീ NP ചേക്കുട്ടി, ധാർമ്മികതയാണ് MA ബേബി ഉയർത്തുന്ന പ്രശ്നം. അത് വ്യക്തിപരമായ ധാർമ്മികത, എനിക്ക് ഈ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല എന്ന അദ്ദേഹത്തിൻ്റെ ധാർമ്മികതാ പ്രകാശനം. പക്ഷേ അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള ധാർമ്മികതയുടെ പ്രകാശിപ്പിക്കലല്ല ഈ ഘട്ടത്തിൽ വേണ്ടത് എന്ന് ശ്രീ CP ചൂണ്ടിക്കാണിക്കുന്നതിനെ താങ്കൾ എങ്ങനെ കാണുന്നു? ആ പാർട്ടിയുടെ ആകെ അടിയിൽ പോക്കാണ്, ഇല്ലാതാകലാണ് ഈ കണ്ടതെങ്കിൽ അദ്ദേഹം എവിടെ നിന്നെങ്കിലും രാജിവെക്കുന്നുണ്ടെങ്കിൽ അത് പോളിറ്റ് ബ്യൂറോ അംഗത്വത്തിൽ നിന്നാണ് രാജിവെക്കേണ്ടത്. എനിക്ക് തെറ്റുപറ്റിയിരിക്കുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയമായ തീരുമാനമെടുക്കലാണ് എന്ന് കാണാതെ എൻ്റെ വ്യക്തിപരമായ ധാർമ്മികതാ പ്രകാശനം എന്നത് ശരിയായ നിലപാടല്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ശ്രീ CP ജോണിൻ്റെ നിലപാട് അല്ലേ ശരി? ഞാൻ ജോണിൻ്റെ നിലപാടിൽ കാണുന്നൊരു പ്രധാന ഫണ്ടമെൻ്റലായിട്ടുള്ള തകരാറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായിരിക്കുന്ന BJPയുടെയും നരേന്ദ്രമോദിയുടെയും വിജയത്തിൻ്റെ വളരെ ദൂരവ്യാപകമായ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അദ്ദേഹം കൺസേൺഡ് അല്ല എന്ന് അതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ സീനിയർ ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണ് ജോൺ. അദ്ദേഹത്തിൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലുള്ള അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ കാലമായിട്ട് നേരിട്ട് കണ്ടുള്ള ഒരാളാണ് ഞാൻ. അദ്ദേഹത്തെ വലിയ ബഹുമാനമുള്ള ഒരാളുമാണ്. പക്ഷേ നരേന്ദ്രമോദിയെ പോലുള്ള ഒരാൾ ഇന്ത്യയുടെ ഭരണം ഏറ്റെടുക്കുകയും ഇന്ത്യ വളരെയേറെ റൈറ്റ് വിങ് ആയിട്ടുള്ളൊരു വ്യവസ്ഥയ്ക്ക് കീഴിലേക്ക് പോവുകയും ചെയ്യുന്ന കാലത്ത് നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പഴയകാല തെറ്റുകളെക്കുറിച്ച് പറയുകയും അതിൽ ഒരു തിരുത്തലിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്ന ആളുകളെ വളരെ സിനിക്കലായിട്ട് അതിനോട് നിലപാടെടുക്കുന്നത് ചെയ്യുന്നത് ശരിയല്ല. പക്ഷേ ബേബിക്ക് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെതായിട്ട് കാരണങ്ങളുണ്ടാവും, ഒരുപക്ഷെ ഇൻറ്റേർണൽ ആയിട്ടുള്ള താല്പര്യങ്ങളുണ്ടാവാം, മറ്റു പല കാര്യങ്ങളും ഉണ്ടാവാം. എന്നിരുന്നാലും ഇപ്പോൾ നടന്നിരിക്കുന്ന സംഗതികൾ ഇടതുപക്ഷത്തിനെ ഒരു ശരിയായ പാതയിലൂടെ നയിക്കാൻ വേണ്ടിയുള്ള പല ശ്രമങ്ങളിലും അതിലേറ്റവും പ്രധാനം എന്താണ് നമ്മുടെ സമീപകാലത്തുണ്ടായ ഒരു എക്സ്പീരിയൻസ്. ആം ആദ്മി പാർട്ടിയുടെ വഴി നോക്കിക്കഴിഞ്ഞാൽ ദർ ഈസ് എൻ അക്കൗണ്ടബിലിറ്റി ഇഷ്യൂ. ആളുകളുടെ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്. അത് വ്യക്തിയുടെ അക്കൗണ്ടബിലിറ്റി ഉണ്ട്, പ്രസ്ഥാനത്തിൻ്റെ അക്കൗണ്ടബിലിറ്റി ഉണ്ട്, സൊസൈറ്റിയുടെ അക്കൗണ്ടബിലിറ്റി ഉണ്ട്. ആ അക്കൗണ്ടബിലിറ്റിയെ സംബന്ധിച്ച് ആളുകൾ വളരെയേറെ കൺസേൺഡ് ആണ്. രാഷ്ട്രീയക്കാരെ കുറിച്ച് കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു കാലമാണ്. രാഷ്ട്രീയക്കാരെ കൂടുതൽ ആഴത്തിൽ ജനങ്ങൾ പരിശോധിക്കുന്നത്. ദർ ഈസ് എ വെരി സീരിയസ് സെർച്ച് ഗോയിങ് ഇൻ ടു ദിസ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വ്യക്തി എന്ന നിലയിൽ തനിക്കുണ്ടായ പരാജയങ്ങൾ, പ്രസ്ഥാനം എന്ന നിലയിലുണ്ടായ പരാജയങ്ങൾ, അതിനൊക്കെ അക്കൗണ്ടബിൾ ആണ് താൻ എന്ന് ബേബിയോ ആരെങ്കിലും പറയുകയാണ്. അത് ശരിയാണ്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മാത്രമേ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമീപകാലത്ത് നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട അത് പാർട്ടിയും പാർട്ടിയുടെ പ്രവർത്തകരും എല്ലാം തന്നെ വിനയാന്വിതരായിരിക്കണം, ജനങ്ങളോട് അക്കൗണ്ടബിൾ ആണ്, ജനങ്ങളുടെ മുമ്പിൽ വിനയത്തോടു കൂടി പെരുമാറുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളുടെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ ആയിട്ട് കൂടി നമ്മളിതിനെ കാണും. അതല്ലാതെ മറ്റെന്തെങ്കിലും ഒരു തന്ത്രപരമായ നീക്കമായിട്ടല്ല ഞാനത് കാണുന്നത്. ശരിയായ പാതയിലേക്ക് പാർട്ടിയെ നയിക്കാനുള്ള ഒരു ശ്രമമായിട്ട് തന്നെയാണ് കാണേണ്ടത്. അതല്ലാതെ മറ്റൊരു തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നത് ഒട്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശരിയായിട്ട് കാണാൻ കഴിയില്ല.